Hey guys, welcome back to TTM Voice. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒരു യൂസ്ഫുൾ എന്ന് വെച്ചാൽ പക്ക യൂസ്ഫുൾ ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ബ്രീത്ത് ഹോൾഡിങ്ങിനെ പറ്റി. അതായത് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും ചില സമയത്ത് വീട്ടിലൊക്കെ ഇരിക്കാൻ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ മുങ്ങും, പ്രത്യേകിച്ച് ഇങ്ങനെ മൂക്ക് വെച്ചിട്ട് മുങ്ങി ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലാത്തപ്പം ചിലപ്പോൾ യോഗയൊക്കെ ചെയ്യുന്ന ചിലരുണ്ട്, ബ്രീത്ത് ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളോട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ്. അത് നിങ്ങളിലാണ്, നമ്മളെല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളും ചെയ്യും, ഞാനും ചെയ്യും. അപ്പോൾ ഞാനൊരു വീഡിയോ കാണിക്കും. ജസ്റ്റ് ഒരു ഷോർട്ട് എക്സ്പെരിമെൻ്റ് ആണ്, ഒരു മിനിറ്റ് 2 മിനിറ്റുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അത് നിങ്ങൾ സക്സസ്ഫുള്ളി വിജയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്ത് ഹോൾഡിങ്ങിൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് വേറെ ലെവലാണെന്ന് തന്നെ പറയാം. അപ്പം പ്രത്യേകം പറയട്ടെ, ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം നിങ്ങൾ ബ്രീത്തിൻ്റെ എന്തെങ്കിലും ശ്വാസതടസ്സമോ അല്ലെങ്കിൽ പനിയുള്ള സമയമോ അല്ലെങ്കിൽ അലർജിയോ അങ്ങനെയുള്ളവരൊന്നും ആണെങ്കിൽ ട്രൈ ചെയ്യല്. കാരണം പിന്നെ കോംപ്ലിക്കേഷൻ ആവും. നിങ്ങൾ നോർമൽ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഇതൊന്ന് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്നും പറയാം. അതായത് മനുഷ്യന് നോർമലി ഒരു 30 സെക്കൻഡ് ടു 2 മിനിറ്റ് വരെ നോർമലി എല്ലാ മനുഷ്യനും ഒരു 90-70% മനുഷ്യനും 70-90% മനുഷ്യനും ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ നിന്ന് ഈ ബ്രീത്ത് ഹോൾഡിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ പറയട്ടെ ഫ്രണ്ട്സ്, ചില കേസിൽ നമുക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലൈഫ് വരെ രക്ഷിക്കാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൽ വീഴുവാണെങ്കിൽ ബ്രീത്ത് ഹോൾഡിങ് കപ്പാസിറ്റി കൂടുതലുള്ളവർക്ക് കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇങ്ങനെ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ഇടയ്ക്കൊക്കെ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് കുറേ ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ ബുദ്ധി വർദ്ധിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബുദ്ധി വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആയുസ് കൂടും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ടല്ല, കുറച്ച് ഒരു ചെറിയ രീതിയിൽ, നിങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും ആകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ട് പറഞ്ഞുതരാം. അപ്പം വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമുണ്ട്. അതായത് വേൾഡ് ഗിന്നസ് റെക്കോർഡ്, അതായത് ബ്രീത്ത് ഹോൾഡിങ്ങിൻ്റെ റെക്കോർഡ് എത്ര മിനിറ്റാണ് നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നും. അലെക്സ് സെഗുറ വെൻഡ്രൽ എന്ന് പറഞ്ഞ സ്പെയിൻകാരിയാണ് ഈ റെക്കോർഡ് പൊട്ടിച്ചിരിക്കുന്നത്. അതായത് ഈ 2014 ഏറ്റവും വലിയ റെക്കോർഡ് വന്നേക്കുന്നത്. 26 മിനിറ്റ് 6 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്താണ് ഈ ഒരു റെക്കോർഡ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റെക്കോർഡ്, ഈ 2014 റെക്കോർഡ് ഇതുവരെ ആരും പൊട്ടിച്ചിട്ടില്ല. പേഴ്സണലി നിങ്ങൾ ആരും ഇതൊന്നും ട്രൈ ചെയ്യേണ്ട, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരില്ല. കാരണം ഈ ഒരു എക്സ്പീരിയൻറ്റ് ചെയ്തപ്പം ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 2 മിനിറ്റിൻ്റെ എക്സ്പീരിയൻറ്റ്, അത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കുറേ പാടുപെട്ടു. അപ്പോൾ നമുക്ക് നേരെ എക്സ്പീരിയൻറ്റിലേക്ക് പോകാം. എക്സ്പീരിയൻറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻറ്റിലേക്ക് പോയേക്കാം. ഞാനിവിടെ സ്ക്രീനിൽ ആ ഒരു വീഡിയോ കാണിക്കും, നിങ്ങൾ അവർ പറയുന്ന പോലെ ചെയ്യുക. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യുക. Don't breathe whilst watching this video challenge. There will be 3 difficulties: easy, medium, and hard. Are you ready for the? അതായത് ഫ്രണ്ട്സ്, ഇവിടെ 3 ഡിഫിക്കൽറ്റി ഉണ്ട്. ഈസി ഉണ്ട്, മീഡിയം ഉണ്ട്, ഹാർഡ് ഉണ്ട്. ഈസി നോക്കാം നമുക്ക് ആദ്യം, അത് കഴിഞ്ഞ് മീഡിയം, അത് കഴിഞ്ഞ് ഹാർഡ്. ഓക്കെ, Easy challenge. Make sure to take a deep breath. 3, 2, 1. Nice job. You did it. ഫസ്റ്റത്തെ സിമ്പിൾ ട്രിക്ക് ആയിരുന്നു. അതായത് നിങ്ങൾ അവർ 1, 2, 3 പറയുമ്പം ഡീപ്പ് ഹോൾഡ് ചെയ്യുക ബ്രീത്ത്. എന്നിട്ട് ഏകദേശം അത്രയും സമയം നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നേക്ക് ഏകദേശം 12% മനുഷ്യർ ഇതിൻ്റെ അകത്ത് ഫെയിലാകും. അപ്പം കുറച്ച് ശതമാനം ഫെയിൽ ആകത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാം ഇതിനകത്ത് സക്സസ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത 2 മീഡിയം ഉണ്ട്, ഹാർഡ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. Now it's time for the medium difficulty. 3, 2, 1. Good job. Okay. If you won again. Now for the hardest difficulty. 3, 2, 1. Congrats if you won this challenge. Okay. Leave a like on the video if you won and if you lost. ജയിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഫസ്റ്റത്തെ 2ാമത്തെയും കംപ്ലീറ്റ് ചെയ്തോ, ഡിഫിക്കൽട്ട് ഹാർഡായിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ ഒന്നുകൂടെ പറയട്ടെ ഫ്രണ്ട്സ്, ഇത് ആരും അലർജി ആണുള്ളവരൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. കാരണം ഇത് നോർമൽ ആൾക്കാർക്ക് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ബ്രീത്ത് ഒത്തിരി നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഒരു കുറച്ച് സമയമുള്ളൂ, ഇതിലും കൂടുതൽ ടൈം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ വരും. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഹേർട്ട് റേറ്റ്, അതായത് ഹേർട്ട് അടിക്കുന്ന റേറ്റ് കുറയും. പിന്നെ 2ാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ CO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഓവറായിട്ട് ലങ്സിൽ തങ്ങി നിന്ന് അതിൻ്റെ പ്രോബ്ലം വരും, കുറേ ഇറിറ്റേഷൻസ് വരും. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒത്തിരി ടൈം ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചുറി വരെ പറ്റും. കാരണം ലങ്സിൽ കുറേ പ്രഷറായിട്ട് ഇഞ്ചുറി വേണം. ലങ്സ് ഫുൾ
എല്ലാം തീരുമാനമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും ഒന്നുകൂടെ പറയട്ടെ ഫ്രണ്ട്സ്, നമുക്ക് ഒരിക്കലും മനുഷ്യന് വെള്ളത്തിനടിയിൽ വെച്ചല്ലാതെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് സ്വയം മരിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇമ്പോസിബിളായ കാര്യമാണ്. ഞാൻ മനുഷ്യന് ഇമ്പോസിബിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, മനുഷ്യന് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് മരിക്കാൻ പറ്റത്തില്ല. പക്ഷേ പറ്റും ഫ്രണ്ട്സ്, വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നാൽ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് മരിക്കാം. പക്ഷേ നമ്മുടെ വെള്ളത്തിന് വെളിയിൽ നമുക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് മരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാതെ കാണാം കേട്ടോ. മനുഷ്യന് സാധ്യമല്ലാത്ത 5 കാര്യങ്ങളുടെ വീഡിയോ കിട്ടും. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളോടെ നോക്കാം. ഈ ഒരു 30 സെക്കൻഡൊക്കെ, ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്തില്ല. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മൈൻഡ് മൊത്തം റിലാക്സ് ആവും. നമ്മുടെ ബ്രെയിൻ സെൽസ് കൂടുതൽ റീജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്ന് സ്റ്റഡീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് അപ്പം ബ്രെയിൻ സെൽസ് റീജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബുദ്ധി പവർ ഇതൊക്കെ വർദ്ധിക്കുക. അതാണ് യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യണമെന്നൊക്കെ, മെഡിറ്റേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു കാര്യം അതാണ്. ഈ ശ്വാസം ബ്രീത്ത് ഹോൾഡിംഗ് ഒക്കെ സംഭവങ്ങളൊക്കെ യോഗയ്ക്കകത്തെ മെയിൻ സംഭവമാണ്. അപ്പം ബുദ്ധി വർദ്ധിക്കുക. പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ആയുസ് കൂടുന്ന ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ചെറിയ യോഗ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് ടൈമല്ല, ഓവറായിട്ടൊന്നും ആരും ബ്രീത്ത് ഹോൾഡ് ചെയ്യല് നമ്മുടെ കപ്പാസിറ്റിയുടെ അപ്പുറമായിട്ട് അത് പ്രോബ്ലംസ് വരുത്തും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ബ്രീത്ത് ഹോൾഡിംഗ് എക്സ്പെരിമെൻറ്റും എന്താണ് ബ്രീത്ത് ഹോൾഡിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് വിചാരിച്ചു. ഞാനിത് ജസ്റ്റ് ചുമ്മാ അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറേ സ്റ്റഡി നടത്തി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചെടുത്താണ്. ഒരിക്കലും ഫേക്ക് വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഏത് സക്സസ് ആയത്, ലോങ് മീഡിയം ആണോ ഷോർട്ടാണോ, ഏതിലാണ് നിങ്ങൾ ഫെയിൽ ആയതെന്ന് പറയുക. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഐഡിയ എല്ലാം മനസ്സിലാക്കിയായിരിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു, TTM പോസ്റ്റിൽ നിന്ന് നാളെ പുതിയൊരുമായിട്ട് വീണ്ടും കാണാം.